ഭർത്താവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ ഒന്നാം പ്രതി. ഈ ഒന്നാം പ്രതിയായ ഭാര്യയുടെ വീടിന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന 34 വയസ്സുകാരനാണ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. വിഷ്ണുവും ഭാര്യ ആതിരയും തമ്മിൽ ഏതാണ്ട് 10 വർഷക്കാലത്തോളം പ്രണയിച്ച വിവാഹം കഴിച്ച ആളുകളാണ്. ഈ വിഷ്ണുവിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ആതിരയുമായുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നിരാഹാരം വരെ കിടന്നാണ്, അതായത് ആതിരയെ വിവാഹം കഴിച്ച് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിരാഹാരം കിടന്നാണ് വീട്ടുകാരെ കൊണ്ട് വിഷ്ണു ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിയുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതിനിടയിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 1.5 വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണുവും ആതിരയും തമ്മിലൊരു പ്രശ്നമുണ്ടാകുന്നു. അന്ന് ആതിര വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് ഇക്കഴിഞ്ഞ 1.5 വർഷക്കാലവും ഈ വീട്ടിലാണ്, ആതിരയുടെ സ്വന്തമായുള്ള ഈ വീട്ടിലാണ് ആതിര താമസിച്ചു വന്നിരുന്നത്. ഇവർക്ക് 7 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. മകൾ ആതിരയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. അവധി ദിവസങ്ങളിൽ മകളെ വിഷ്ണു ഇവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ 2 ദിവസം വിഷ്ണു വീട്ടിൽ നിർത്തും. അതിനുശേഷം വീണ്ടും സ്കൂൾ തുറക്കുമ്പോൾ ഇവിടേക്ക് എത്തിക്കാറായിരുന്നു പതിവ്. അങ്ങനെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച തനിക്കൊപ്പം ഉണ്ടായിരുന്ന മകളെ ഭാര്യ വീട്ടിലാക്കാനാണ് വിഷ്ണു ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം കുട്ടിയെ വിഷ്ണു ഇവിടെ ഇറക്കി വിടുന്നു. പക്ഷേ ആ കുട്ടി അമ്മയ്ക്കൊപ്പം ഈ വീട്ടിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അച്ഛനൊപ്പം തന്നെ മടങ്ങിപ്പോകണമെന്ന് കുട്ടി ആവശ്യപ്പെടുന്നു. ഇതേ ചൊല്ലി വിഷ്ണുവും ഭാര്യ ആതിരയും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. തർക്കമുണ്ടായതിന് പിന്നാലെ ആതിര ഒരു മരക്കഷ്ണമെടുത്ത വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നാണ് ഈ കുട്ടി തന്നെ പോലീസിന് മൊഴി നൽകിയത്. ഇതിന് ശേഷം തൊട്ടു സമീപത്ത് തന്നെയാണ് ഈ ആതിരയുടെ മറ്റു ബന്ധുക്കൾ താമസിക്കുന്നത്. അതായത് ആതിരയുടെ പിതാവിൻ്റെ സഹോദരന്മാർ താമസിക്കുന്നത് ഈ വീടിന് തൊട്ടു ചേർന്ന് തന്നെയാണ്. അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന ഇതിന് പിന്നിലായി ഉള്ള 2-3 വീടുകൾ ആതിരയുടെ ബന്ധുക്കളുടെ വീടാണ്. ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ആതിരയുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ വീടാണ്. ഇവരും കൂടി ഈ വിഷയത്തിലേക്ക് ഇടപെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബന്ധുക്കൾ കൂടി ചേർന്ന് ആതിരയും ആതിരയുടെ പിതാവിൻ്റെ 3 സഹോദരന്മാരും ചേർന്ന് വിഷ്ണുവിനെ ഈ വീടിൻ്റെ മുൻഭാഗത്തിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കമ്പിവടിയും പട്ടികയും അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അതിക്രൂരമായി വിഷ്ണുവിനെ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനം ഏൽക്കുന്നതിനിടയിലും വിഷ്ണു പറയുന്നുണ്ട് തനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണ്, മർദ്ദിക്കരുത്, തനിക്ക് വയ്യ ആണ് എന്ന് വിഷ്ണു ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അതിക്രൂരമായ മർദ്ദനത്തിന് വിഷ്ണു ഇരയാകുന്നു. അതിനുശേഷം മറ്റൊരു ബന്ധു, വിഷ്ണു തൊട്ട് സമീപത്ത് താമസിക്കുന്ന മറ്റൊരു ബന്ധു എത്തിയാണ് വിഷ്ണുവിനെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണുവിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ പോലീസും കരുതിയത് വിഷ്ണുവിന് മറ്റ് അസുഖങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം മരണം സംഭവിച്ചത് എന്നായിരുന്നു. എന്നാൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഡോക്ടർമാർ പറയുന്നത് തലയിലേറ്റ ഗുരുതരമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ക്ഷതമാണ് മരണകാരണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മകൾ ഈ അമ്മയ്ക്കെതിരെ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അമ്മ തൻ്റെ പിതാവിനെ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്ന തരത്തിൽ ഈ മകൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വരെ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് ഈ ആതിരയ്ക്കും ആതിരയുടെ പിതാവിൻ്റെ സഹോദരന്മാർക്കെതിരെയും കേസെടുത്തിരുന്നത് എങ്കിൽ ഈ മകളുടെ മൊഴിയും ഒപ്പം ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ടും കൂടി വന്ന സമയത്ത് പോലീസ് ഈ കേസിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. കൊലപാതക കുറ്റത്തിന് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ഭാര്യയായ ആതിരയാണ് ഈ കേസിലെ 1-ാം പ്രതി. ആതിരയുടെ പിതാവിൻ്റെ 3 സഹോദരങ്ങൾ 2, 3, 4 പ്രതികളാണ്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാരുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 10 വർഷക്കാലത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു യുവാവ് ഏറ്റവും ഒടുവിൽ ആ യുവതിയുടെ കൈകൊണ്ട് തന്നെ മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ക്രൂരമായ അക്രമത്തിന് ഇരയായി മരണപ്പെടുന്ന ഒരു അവസ്ഥ എത്തിയതോടുകൂടി തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ സംഭവത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ വെച്ച് മകളെ ഇറക്കി വിടുന്നു. വിഷ്ണു തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഈ മകൾ വീണ്ടും അച്ഛനൊപ്പം തന്നെ തനിക്ക് പോകണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതേ ചൊല്ലി ആതിരയും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഇതിൽ ആതിരയുടെ ബന്ധുക്കൾ ഇടപെടുന്നു. ആദ്യം ആതിര മർദ്ദിക്കുന്നു. പിന്നാലെ എത്തിയ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ഈ ഒരു സ്ഥലത്തിട്ട് അതിക്രൂരമായി വിഷ്ണുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ 4 പ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്നും അരുൺ മലയിലിനും വിവേക് ജി വിനോദിനുമൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.